ഇതെന്തെല്ലാരും സാഡായിട്ടിരിക്കണേ. ഈ ഫോട്ടോ പരിപാടി നിർത്താറായില്ലേ? നീ കാരണം ഇപ്പൊ ഞങ്ങക്ക് ഫുഡ് കിട്ടണല്ലോടാ. ഞാനാണ് ഫുഡ് ഉണ്ടാക്കണത്. നിനക്ക് വേറെ വല്ല പണിയില്ലാന്നുണ്ടെങ്കിൽ ഫോണെ ഞാൻ കുത്തിപ്പിടിച്ച് അപ്പുറത്തെ ഞാൻ പോയി കിടക്കാം. മുതിർന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ചുമ്മാ ഞാൻ കുഞ്ഞാ വർത്താനം പറഞ്ഞു വന്നേക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. അതിന് അവൻ കല്യാണം കഴിക്കണേ അവൻ തീരുമാനിക്കണം. 5-6 പെണ്ണാണെങ്കിലും ഞാനും പോയതാ. ഒരുമാതിരി പെണ്ണിനെ കാണാത്ത നോട്ടവും കുറെ ഇന്റർവ്യൂ. അവനുള്ളതല്ലേ പറഞ്ഞു. ചെറിയ വായിൽ നീ വലിയ വർത്താനം പറയാൻ നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനൊരു ചേട്ടനാണ്. ഞാനും. നിർത്ത്. അവൻ പറഞ്ഞാലും കാര്യമില്ലേ? നീ ചുമ്മാ പോകുന്നിടത്തെല്ലാം കണ്ടമാനം ഡിമാൻഡും മുടിയും പാട്ടും അവന്റെ തിരുവാതിരയും പിന്നെ എങ്ങനെ നടക്കാനാ? പണ്ടത്തെ കാലത്തൊക്കെ തറവാട്ടിലെ അമ്മാവന്മാരാ കല്യാണം തീരുമാനിക്കുന്നു. അതൊക്കെ പണ്ട്. അല്ലടാ, അതൊന്നും അല്ലടാ. പണ്ടത്തെ കാലത്തെ മരുമക്കളുടെ കാര്യം നടത്തുന്ന അമ്മാവന്മാരാ. ഈ കല്യാണത്തിന്റെ അന്ന് താലി ഇങ്ങനെ കെട്ടുന്ന സമയം തല കുനിച്ച് നിന്നിട്ട് 4-ാമത്തെ ദിവസമായി തല ഇങ്ങനെ ഒന്ന് പൊക്കി ഞാൻ മനുഷ്യന്റെ മുഖമെന്ന് കണ്ടത്. അതെ, താലിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാടാ നിങ്ങളുടെ കുഴപ്പം. എന്തോ കുഴപ്പമെന്നേ പറയുന്നേ. പണ്ട് വാരല്ലേ സദ്യ ഒന്നും ഇപ്പൊ പേപ്പറിലായി. പണ്ട് എല്ലാവരോടും ചേർന്ന് സദ്യ ഉണ്ടാക്കി ഇപ്പൊ അത് കേറ്ററിംഗ് ആയി. പണ്ട് കവറിലിട്ടായിരുന്നു ഇപ്പൊ ഗൂഗിൾ പേ ആയി. എന്താ കുഴപ്പം? ഗാനമേള മാറി മറ്റെന്തോ DJ ആയി. ഗുരുത്വമില്ലല്ലോടാ. പിന്നെ DJ അല്ലേ ഗുരുത്തിരിക്കണ. എന്റെ അമ്മ ഇപ്പൊ ചെക്കനും പെണ്ണൊക്കെ ഒരുമിച്ചാണ് ഡാൻസ് കളിക്കണേ. തല കുനിച്ചിരിക്കണ കാലൊക്കെ കഴിഞ്ഞ്. ഒരു സംസ്കാരമൊക്കെ വേണ്ട. കല്യാണം തന്നെ ഒരു സംസ്കാരമില്ലാത്ത പരിപാടിയാണ്. കുറേ ചടങ്ങുകൾ. ഒരു കൂട്ടർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, താലി കെട്ടുന്നു, സദ്യ കഴിക്കുന്നു, വയറ് കാണുന്നു, കൊച്ചുണ്ടാവുന്നു. എന്റെ അപ്പ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇപ്പൊ എല്ലാരും ഡേറ്റിങ്, ലിവിങ് ടുഗദർ, ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ്. നിനക്ക് അങ്ങനെയല്ലേ നോക്കിവിടാ. കല്ലൂർ സ്റ്റേഡിയത്തിനപ്പുറത്ത്. എടാ, നമ്മുടെ വംശം നിലനിർത്തണ്ടാ. പിന്നെ വംശം നിലനിർത്താൻ നമ്മളെന്ത് സിംഹപാലം കുരങ്ങ. എന്താടാ നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞ കറക്റ്റാടാ. എന്ത്? കറക്റ്റ് സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വീട്ടിലൊരു 3 പിള്ളേർ ഓടി കളിച്ചാൽ. എന്താ കുറഞ്ഞു പോയാ? വംശം നിലനിർത്തണ്ടേ? എടാ, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ജനസംഖ്യ ഭയങ്കര കൂടുതലാ. ഇനി അതിനും കൂടെ 3 പിള്ളേരെന്നൊക്കെ പറയും. നീ എന്താ പറയുന്നത്? അച്ഛാ, ഒരു പിതാവ് ഒരിക്കലും ഇത്രയും സ്വാർത്ഥരാകാൻ പാടില്ല. അച്ഛന്റെ കാര്യത്തിൽ ഈ നിബന്ധനകളൊന്നും ഇല്ലായിരുന്നല്ലോ. എടാ, അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ജനസംഖ്യ ഭയങ്കര കുറവാ. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് എനിക്ക് നല്ല ഉത്തരവാദിത്തങ്ങളില്ലേ? അത് ഞാൻ നിറവേറ്റിയതാ. അച്ഛനാണ് അതിന്റെ കോൺട്രാക്ട് എടുത്ത്. മതി. ഞാനൊരു കാര്യം പറയാം. നീ ആ കോളേജിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു. അറിയാണ്ടോ, അത് ചെറിയ പിള്ളേർ വുമൻസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു. വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ. അതാവുമ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാണ്. ഉപദേശം അല്ല പിന്നെ ഇവൻ കെട്ടിട്ടോണ്ട് ഞങ്ങൾക്കൊക്കെ കെട്ടാൻ. ഞങ്ങൾക്കാ? ഏത് ഞങ്ങൾക്ക്? ജിമ്മിന് കേട്ടണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് സെറ്റിൽ ആവാൻ. അല്ല, കല്യാണം ഒന്നും വേണ്ട, കുട്ടികളും വേണ്ട. എടാ, നിനക്ക് കെട്ടണം, നീ പോയി കെട്ടണം. നീ എന്തിനാ ഇതൊക്കെ എന്നെ പിടിച്ച് വലിച്ചിടുന്നു? നീ എന്തിനാണ് കിടന്ന് കാരണം? അല്ല, ഞാൻ കാറും വഴിയെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ എന്നെ എന്തിനാ വലിച്ചിടുന്നു? ഞാൻ കെട്ടാണ്, നിങ്ങൾ രണ്ടുപേരും കെട്ടാൻ പോണില്ല കേട്ടാ. എന്റെ ദൈവമേ, എന്റെ 3 മക്കളും ഇങ്ങനെ തലതിരിഞ്ഞു പോയല്ലോ. അമ്മിണി, നീ ഒന്ന് സമാധാനപ്പെടും. ഉമ്മിണി